ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നതെന്നറിയാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കൂൺ റെസിപ്പി നമുക്കിന്ന് നോക്കാം. അതിനുവേണ്ടി 200 ഗ്രാം കൂൺ കഴുകി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത ശേഷം കൂൺ ഒരിക്കലും കഴുകാൻ പാടില്ല, അതിൽ വെള്ളം നല്ലോണം വലിച്ചെടുക്കും. ഒരു സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചെറുതായി അരിഞ്ഞു വെക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാലകൾ നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമുക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളി നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്ന ശീലമുള്ളവർ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറ് മാറി വന്നിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്ര ആയാൽ മതി. ഇനി തീ കുറച്ച് വെച്ച ശേഷം നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. അതും നന്നായി വഴറ്റിയെടുക്കാം. അടച്ചു വെച്ച് വഴറ്റുന്നവർ അങ്ങനെയും ചെയ്യാം, അല്ലാണ്ട് തുറന്ന് വെച്ച് കുറച്ച് നേരം ഇളക്കിയെടുത്താലും മതി. തക്കാളി മുഴുവനായി ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. തക്കാളി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്കും ഓരോ അളവായതുകൊണ്ട് നോക്കി മാത്രം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറിയിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കൂൺ വേവാൻ ആവശ്യമുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നതായിരിക്കും. നന്നായി മിക്സ് ചെയ്ത് തീ ഏറ്റവും കുറച്ചിട്ട ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കി ഇളക്കിയിട്ട് പിന്നെയും അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഒന്നും കൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് അഥവാ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇതിൽ കുറവായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ പിന്നെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടി നന്നായി ഇളക്കിയ ശേഷം അടച്ച് വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. കറിയിലെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ വേവ് നമുക്കൊന്ന് നോക്കാം. കൂൺ മുഴുവനായും വേവാതെ ആരും കഴിക്കരുത്, റിസ്ക് എടുക്കരുത്. അതുകൊണ്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി അടച്ച് ആവശ്യത്തിന് വേവിച്ചെടുക്കേണ്ടതാണ്. കൂൺ വെന്ത് വരാൻ ഒരു 10-15 മിനിറ്റാണ് ആവശ്യം. ആരും റിസ്ക് എടുക്കരുത്. മുഴുവനായും വെന്ത ശേഷം മാത്രം കഴിക്കുക. വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.